നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ചില ഘട്ടങ്ങളിൽ ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ ചൈന വലിയ തോതിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താറുണ്ട്. ഇന്ത്യയെ നിരീക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരിക്കും അത്. എന്നാൽ എന്തുകൊണ്ട് ഇതേ രീതി ഇന്ത്യക്കും പറ്റിക്കൂടാ? ഈ ഒരു ചിന്തയോടുകൂടിയാണ് ചൈനയുടെ ഓരോ ചലനവും വരിഞ്ഞു മുറുക്കാൻ ഹിമാലയൻ അതിർത്തിയിലുടനീളം നിശബ്ദമായി അത്യാധുനിക നിരീക്ഷണ ശൃംഖല തീർക്കാൻ ഇന്ത്യ തയ്യാറെടുക്കുന്നത്. പരമ്പരാഗത യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും മാത്രം ആശ്രയിക്കുന്ന പഴയ തന്ത്രം മാറ്റി വിവരസാങ്കേതിക വിദ്യയുടെയും മൾട്ടി ലെയർ ട്രാക്കിങ്ങിൻ്റെയും പുതിയ പ്രതിരോധ കോട്ടയാണ് രാജ്യം കെട്ടിപ്പടുക്കുന്നത്. ലോകത്തിലെ തന്നെ ഏറ്റവും വിഷമകരമായ കാലാവസ്ഥ നിലനിൽക്കുന്ന ഭൂപ്രദേശത്ത് ശത്രുക്കളുടെ ഓരോ നീക്കവും തത്സമയം തിരിച്ചറിയാൻ ഈ ശൃംഖല വഴി സൈന്യത്തിന് സാധിക്കും. കഠിനമായ പർവ്വതനിരകളെയും മോശം കാലാവസ്ഥയും തരണം ചെയ്യാൻ ഉപഗ്രഹങ്ങൾ പ്രധാന അടിത്തറയാക്കിയുള്ള ഒന്നിലധികം തലങ്ങളുള്ള ഒരു നിരീക്ഷണ ശൃംഖലയാണ് ഇന്ത്യ ഉപയോഗിക്കുന്നത്. പല ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ അടിസ്ഥാനമാക്കിയാണ് ഇതിൻ്റെ പ്രവർത്തനം. കാട്രോസാറ്റ് ഉപഗ്രഹങ്ങൾ ശത്രുക്കളുടെ കെട്ടിടങ്ങളെയും സൈനിക നീക്കങ്ങളെയും നിരീക്ഷിക്കുമ്പോൾ റൈസാറ്റ് മേഘങ്ങൾക്കും മഞ്ഞിനും ഉള്ളിലൂടെയുള്ള കാഴ്ച നൽകുന്ന പ്രത്യേക റഡാറുകൾ ഉപയോഗിക്കുന്നു. EOS തുടർച്ചയായ നിരീക്ഷണം ഉറപ്പാക്കുമ്പോൾ ഇമിസാറ്റ് ഉപഗ്രഹം ശത്രുക്കളുടെ റഡാർ സിഗ്നലുകളെ പിന്തുടരുന്നു. ഇതുകൂടാതെ ഇലക്ട്രോണിക് സിഗ്നലുകളും ട്രാക്കിംഗ് വിവരങ്ങളും കൂടുതൽ കൃത്യമായി ശേഖരിക്കുന്നതിനായി പുതിയ സൈനിക ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട്. ഈ ഉപഗ്രഹ വിവരങ്ങളെയെല്ലാം കേന്ദ്രീകൃത വ്യോമ നിയന്ത്രണ സംവിധാനത്തിലേക്ക് നേരിട്ടെത്തിക്കുകയും സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് ഈ സംവിധാനം തത്സമയം ഒരു ചിത്രം നൽകുകയും ചെയ്യും. വ്യോമതല നിരീക്ഷണത്തിനായി നേത്ര MK-1, ഫാൽക്കൺ അവാക്സ് എന്നിവയ്ക്ക് പുറമെ തടസ്സങ്ങൾ മറികടന്ന് ലക്ഷ്യം കണ്ടെത്താൻ ശേഷിയുള്ള നേത്ര MK-2 നിർമ്മാണത്തിലാണ് ഇന്ത്യ. തറനിരപ്പിലെ റഡാറുകൾക്ക് കണ്ടെത്താനാകാത്ത നീക്കങ്ങൾ പോലും ഉയർന്ന മലനിരക്ക് മുകളിലൂടെ പറക്കുന്ന ഈ റഡാർ വിമാനങ്ങൾക്ക് കണ്ടുപിടിക്കാനാകും. പ്രധാന അതിർത്തി പ്രദേശങ്ങൾ നിരീക്ഷിക്കുന്നതിനായി ഗുൽമാർഗ്, നാഗാലാൻഡ് തുടങ്ങിയ സ്ഥലങ്ങളോട് അടുത്തുള്ള പ്രദേശങ്ങളിൽ പ്രത്യേക റഡാറുകൾ ഇന്ത്യ സ്ഥാപിക്കുന്നുണ്ട്. പർവ്വതനിരകളിൽ ഉടനീളം തടസ്സമില്ലാത്ത റഡാർ സുരക്ഷാ വലയം തീർക്കാനുള്ള വലിയൊരു പദ്ധതിയുടെ ആദ്യഘട്ടം മാത്രമാണിത്. അരുദ്ര, വേഗത്തിൽ സ്ഥാപിക്കാനാവുന്ന അശ്വനി റഡാറുകൾ എന്നിവയും ഇതിന് കരുത്തേക്കുന്നവയാണ്. പർവ്വത താഴ്വരകളിലൂടെ താഴ്ന്നു പറക്കാൻ ശ്രമിക്കുന്ന ഹെലികോപ്റ്ററുകൾ, ഡ്രോണുകൾ എന്നിവയെ കണ്ടെത്തുന്നതിൽ ഭരണി പോലുള്ള ചെറിയ റഡാറുകളും നിർണായക പങ്ക് വഹിക്കുന്നു. സ്വന്തമായി യാതൊരു സിഗ്നലുകളും പുറപ്പെടുവിക്കാതെ ശത്രുക്കളുടെ റേഡിയോ റഡാർ സിഗ്നലുകൾ സ്വയം ചോർത്തുന്ന പാസീവ് ട്രാക്കിംഗ് സംവിധാനവും ഇന്ത്യ അതിർത്തിയിൽ സജ്ജമാക്കിയിട്ടുണ്ട്. ചൈനയുടെ J-20, J-35 തുടങ്ങിയ സ്റ്റെൽത്ത് പോർ വിമാനങ്ങളെ പോലും മുൻകൂട്ടി തിരിച്ചറിയാൻ ഈ സാങ്കേതികവിദ്യ ഉപകരിക്കും. ഈ വ്യോമ പ്രതിരോധത്തിന്റെ തലച്ചോറായി പ്രവർത്തിക്കുന്നത് ഇന്റഗ്രേറ്റഡ് എയർ കമാൻഡ് ആൻഡ് കൺട്രോൾ സിസ്റ്റം അഥവാ IACCS എന്ന സംവിധാനമാണ്. ഉപഗ്രഹങ്ങൾ, റഡാറുകൾ, വിമാനങ്ങൾ, സെൻസറുകൾ എന്നിവയിൽ നിന്നുള്ള എല്ലാ വിവരങ്ങളും ഒരു സ്ക്രീനിൽ ഏകീകരിച്ച് സൈനികർക്ക് തത്സമയം എത്തിക്കുന്നത് ഈ ഡിജിറ്റൽ മസ്തിഷ്കമാണ്. വിവിധ സെൻസറുകളിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഡേറ്റയും ഒരൊറ്റ സ്ക്രീനിൽ ലഭ്യമാകുന്നതിലൂടെ ഭീഷണികളോട് വേഗത്തിൽ പ്രതികരിക്കാൻ സൈന്യത്തിന് സാധിക്കും. വരും ദിവസങ്ങളിൽ AI കൂടി ഇതിലേക്ക് കൂട്ടിച്ചേർക്കുന്നതോടെ ശത്രു വിമാനങ്ങളുടെ സഞ്ചാരപാത മുൻകൂട്ടി പ്രവചിക്കാനും വേഗത്തിൽ തിരിച്ചടിക്കാനും ഇന്ത്യക്കാകും. അതിർത്തിക്ക് സമീപമുള്ള ഹോത്താൻ, നഗാരി, ഗുൻസ, ഷിഗാറ്റ്സ, ലാസ ഗോങ്ക തുടങ്ങിയ എയർബേസുകൾ ചൈന വികസിപ്പിക്കുകയും ഡ്രോണുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഹിമാലയത്തിലുടനീളം തടസ്സമില്ലാത്ത അദൃശ്യ സുരക്ഷാ കവചം തീർത്ത് ഇന്ത്യ മറുപടി നൽകുന്നത്.